ശ്വേതജി, അതായത് നമ്മൾ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവർക്കും സംശയങ്ങളും അതൊക്കെ ക്ലിയർ ചെയ്യാനും പിന്നെ എനിക്കാണല്ലോ ഇവിടെ കൂടുതൽ പഠിക്കേണ്ട ആവശ്യം. അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറേ നാളായിട്ടുള്ളൊരു സംശയമാണ്. നമ്മൾ കേട്ട് പരിചയമുള്ളൊരു കാര്യമാണ്, കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോഴേക്കും ഹസ്ബൻഡും വൈഫിൻ്റെ ഒരു റൊമാൻസ് പിന്നെ അത് വേണ്ട എന്നിങ്ങനെ പറയും. അയ്യോ ഇത് മോള് കാണുന്നു, മോൻ കാണുന്നു, പോ ചേട്ടാ എന്നൊക്കെ ഇങ്ങനെ പറയൂല്ലോ നമ്മള്. അതായത് കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ റൊമാൻസ് കുറയ്ക്കണോ വേണ്ടയോ, അതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? കൂട്ടണം. ഞാൻ ശ്രീനോട് പറയുന്ന കാര്യമാണ്, ഒരു ഏജ് കഴിഞ്ഞാൽ അവള് പോവും, അവൾ അവളുടേതായ ഒരു ജേർണിയിൽ പോകും. അത് കഴിഞ്ഞ് ശ്രീയും ഞാനും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മളുടെ റൊമാൻസോ അല്ല നമ്മളുടെ ഒരു ഇക്വേഷൻ കുറയാൻ പാടില്ല, കൂടാനാ ചെയ്യേണ്ടത്. ബിക്കോസ് ഇത് അവള് കാണണം. അപ്പൊ ഞാൻ അവളോട് ആദ്യമേ പറയാറുണ്ട്, എൻ്റെ ആദ്യത്തെ പ്രയോറിറ്റി എൻ്റെ അച്ഛനമ്മയും, രണ്ടാമത്തെ പ്രയോറിറ്റി എൻ്റെ ഗുരുക്കന്മാര്, മൂന്നാമത്തെ പ്രയോറിറ്റി ശ്രീ, അത് കഴിഞ്ഞിട്ടാണ് കുഞ്ചു എന്ന് പറയും. അപ്പൊ അവൾക്ക് അത് തീരെ ഇഷ്ടമല്ല. അവൾ പറയും വൈ അമ്മ, ഞാൻ അമ്മയുടെ പ്രയോറിറ്റി അല്ലേ? ഞാൻ പറയും നോ, യു ആർ ദ ലാസ്റ്റ് പ്രയോറിറ്റി. ബിക്കോസ് ഞാൻ ഹാപ്പി ആയാലാണ് നീ ഹാപ്പി ആവുക. അപ്പോ എൻ്റെ പ്രയോറിറ്റി ശ്രീ ആണ് ആദ്യത്തെ. ബിക്കോസ് ശ്രീ ആണ് എൻ്റെ ലൈഫ് പാർട്ട്ണർ. അപ്പോ ഫോർ മീ മൈ ഹാപ്പിനെസ് മാറ്റേഴ്സ് മോർ ദാൻ എനിബഡി. എന്താണ് ശ്വേതാജി വിളിക്കുന്നത് ശ്രീ ചേട്ടൻ? കണ്ണ്, കണ്ണാ, കണ്ണ്, കണ്ണാ. ശരി, ഞാൻ ഓർക്കുന്നു, ആ ഒരു വിളി ഞാൻ ഓർക്കുന്നു. ആ തിരിച്ചങ്ങോട്ടും കണ്ണാന്നാണ് വിളിക്കുക, അമ്മു എന്നാണ് വിളിക്കുക. നിങ്ങൾക്കൊക്കെ അതിലോട് അഭിപ്രായം എങ്ങനെയാണ്? കല്യാണം കഴിഞ്ഞു, കുട്ടിയായി, അല്ലെങ്കിൽ 2 കുട്ടിയായി, 3 കുട്ടിയായി, ഇനിയിപ്പോ നമുക്ക് പ്രായമായില്ല, ഇത്ര വർഷമായില്ലേ, ആ ഒരു ആറ്റിറ്റ്യൂഡ് ആണോ? തീർച്ചയായും ശ്വേതാജി പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. കുട്ടികൾ ഉണ്ടായെന്ന് വെച്ചിട്ട് നമ്മളുടെ റൊമാൻസ് കുറയല്ല വേണ്ടത്, കൂടെ തന്നെയാണ് വേണ്ടത്. അതെ. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ ഇതേപോലെ ആരാണ്, ഹസ്ബൻഡ് ആണോ റൊമാൻറ്റിക്, അതെയോ? രണ്ടുപേരും കണക്കാന്നത്. രണ്ടുപേരും. എന്തായാലും എന്റെ ചെറിയ ചെറിയ സംശയം ഇവിടെ തീർന്നു. അപ്പം എത്ര വയസ്സായാലും പ്രേമത്തിന് പ്രായമില്ല എന്ന് നിങ്ങൾ എല്ലാവരും, ഇവിടെയുള്ള അമ്മമാര് തെളിയിച്ചിരിക്കുകയാണ്. ഇനിയുള്ള എല്ലാവരും അങ്ങനെ തന്നെ ആവണം. അപ്പൊ അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്, അല്ലെങ്കിൽ നമ്മുടെ അമ്മമാർ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിന് നമ്മുടെ പെർഫോമറെ വിളിക്കാനുള്ള സമയമാണ്. നമുക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ദിവ്യശ്രീ ആൻഡ് രുദ്രലക്ഷ്മി. എന്താണ് കോസ്റ്റ്യൂം ഒക്കെ കണ്ടിട്ട് എന്തൊക്കെയോ സംഭവങ്ങൾ? നിങ്ങളുടെ സിഗ്നേച്ചർ റൗണ്ട് കഴിഞ്ഞു, ഇതിപ്പോ എന്താണ് സംഭവം? സ്കിറ്റ് റൗണ്ട് ആണ്. ഓക്കെ, നല്ലതാണ്. കാണുമ്പോൾ ഒരു കാഷ്വൽ, അപ്പൊ എന്തോ വീട്ടിലത്തെ എന്തോ അറ്റ്മോസ്ഫിയറും സ്കൂളും എന്തൊക്കെയോ തോന്നുന്നു. അതെ, അമ്മയും കുട്ടിയും ആയിരിക്കും. അത് കുട്ടിയെ നോക്കുന്ന വേലക്കാരി, അങ്ങനെ അമ്മയും മോളും തന്നെയാണ്. നമ്മുടെ കോമ്പറ്റീഷന്റെ 2ാം ഒരു സ്റ്റെപ്പാണ്. കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ശ്വേതാജി എന്തായാലും മാർക്കും കാര്യങ്ങളൊക്കെ അങ്ങനെയായിരിക്കും. അപ്പം ഓക്കെ ആണല്ലോ അല്ലേ? പിന്നെ കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ ഞാനും നോക്കിയിട്ട് ഞാനൊന്ന് മാർക്ക് ഇടാം. മൊത്തത്തിൽ മുഖമൊക്കെ കാണുമ്പോ ആ ഒരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു നാച്ചുറൽ ഫീൽ ഉണ്ട്. അപ്പൊ നോക്കാം നമുക്ക് എന്താണെന്ന്. റെഡി? അപ്പൊ ഓൾ ദി ബെസ്റ്റ്. അമ്മയുടെ സുന്ദരി വാവേടെ ഇല്ലല്ലോ, അമ്മന്റെ മോള് കരയുണ്ടാവോ? സുന്ദരി കുട്ടി എവിടെ? എന്ത് വാവേ? അമ്മ എനിക്ക് തല കറങ്ങണു. രുക്കു, തമാശ കളിക്കല്ലേ. ഈ പെണ്ണിന്റെ ഒരു കാര്യം. അമ്മ, അച്ഛനമ്മ ആദ്യമായിട്ട് എവിടെ വെച്ചാ കണ്ടേ? കോളേജിൽ വെച്ച്. അപ്പൊ അച്ഛനാണോ ആദ്യം ഇഷ്ടം എന്ന് പറഞ്ഞാൽ അമ്മയോ? അത് ഞാനാ പറഞ്ഞ. ഷടാ പാവ അച്ഛൻ. വന്നേ, സ്കൂളിൽ പോവാൻ സമയായി. അമ്മ, എനിക്ക് വയറ് ഒന്നും പറഞ്ഞാൻ പറ്റില്ല, സ്കൂളിൽ പോയേ പറ്റൂ. ഞാൻ സ്കൂളിൽ പോണില്ല. അതൊന്നും പറഞ്ഞാൻ പറ്റില്ല. ഇട്ടേ. പിന്നെ രുക്കു, നോക്കിക്കേ, ഇന്ന് അച്ഛൻ വരുമല്ലോ. അയ്യോ, ടീച്ചർ, ഇന്നലെ പറഞ്ഞ കഥയിൽ അമ്മ മരിച്ചതിന് ശേഷമുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞു തരുമോ? മാം, ഒരു മെസ്സേജ് ഉണ്ട്. രുക്മിണി എന്ന കുട്ടിയെ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പറഞ്ഞേക്കണം. ശരി, നാളെ കാണാം. അമ്മ, അച്ഛാ.
അമ്മ, അച്ഛാ. അമ്മ, ഞാൻ സ്കൂളിൽ പോയിട്ട് എത്ര ദിവസമായിന്നറിയോ? അതെന്താ അമ്മ, മനുഷ്യർ പരസ്പരം സ്നേഹിക്കുന്നതും ഒരുമിച്ച് ജീവിക്കുന്നതൊക്കെ തെറ്റാണോ അമ്മ? രുക്കു, എനിക്ക് അമ്മ അച്ഛനല്ലാതെ പറ്റണില്ല. രുക്കു, ആളുകള് പരസ്പരം സ്നേഹിക്കുന്നതൊന്നും തെറ്റല്ല മോളെ. നമ്മള് എല്ലാരും സ്നേഹിച്ച് ജീവിക്കണം. ചില മനുഷ്യർക്ക് പ്രാന്ത, നല്ല മുഴത്ത പ്രാന്ത. അതുകൊണ്ടാണോ അവർ അച്ഛനെയും അമ്മേനെയും കൊന്നത്? എന്റെ മോളും ധൈര്യമായിട്ടിരിക്കണം, നന്നായി പഠിക്കണം. രുക്കുന്റെ കൂടെ എന്നും അമ്മയുണ്ടാവും. ഉറങ്ങിക്കോ, അഞ്ജന കൺമൈ കരയ ആരാരു ആരിരോ ആരാരു ആരിരോ ഈ ഭൂമിയിലെ എല്ലാവരും മനുഷ്യരായിരിക്കെ എന്തിനാണ് ഇത്ര വേർതിരിവുകൾ, മാറ്റി നിർത്തലുകൾ? സ്വന്തം ചോരയെ കൊന്ന് എന്ത് അഭിമാനമാണ് നമ്മൾ കെട്ടിപ്പൊക്കുന്നത്?